നമസ്കാരം, ഞാൻ ദീപ്തി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. അഴിമതിയുടെ മരാമത്ത്. പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി ആരോപണങ്ങളിൽ ഗണേഷ് കുമാർ ലോകായുക്തയിൽ മൊഴി നൽകി. മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ 10 കോടിയുടെ അഴിമതി ആരോപണം. നൽകിയത് ഞെട്ടിക്കുന്ന തെളിവുകളെന്ന് ഗണേഷ്. മന്ത്രിയുടെ സ്വത്ത് വിവരത്തിൽ അസ്വാഭാവികത. 1983-ൽ വെറുമൊരു തോട്ടക്കാരനായിരുന്ന മന്ത്രിക്ക് കോടികളുടെ സ്വത്ത് എവിടെ നിന്ന്? ഭാര്യയ്ക്കും മക്കൾക്കും ജോലിയുള്ളതായി അറിയില്ല. ആരോപണങ്ങൾക്ക് മാനത്തിന്റെയും ജീവന്റെയും വില. ലോകായുക്തയ്ക്ക് മുന്നിൽ വികാരാധീനനായി ഗണേഷ്. അഴിമതി ആദായ നികുതി വകുപ്പ് അന്വേഷിക്കണം. വിശദമായ സത്യവാങ്മൂലം ഏപ്രിൽ 16 മുൻപ് സമർപ്പിക്കാൻ ലോകായുക്ത നിർദ്ദേശം. സർക്കാരിനെതിരെയും ഗണേഷ്. കേരളം ഭരിക്കുന്നത് അഴിമതി ഔദ്യോഗികവൽക്കരിച്ച സർക്കാർ. ജീവൻ അപകടത്തിൽ. അഴിമതിക്കെതിരെ രണ്ടും കൽപ്പിച്ച പോരാട്ടത്തിനെന്ന് ഗണേഷ്. മാണിയിൽ വിട്ടുവീഴ്ചയില്ല. മാണിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൈക്കൂലി വാങ്ങിയതിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുമ്പോൾ മാണിക്ക് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. മറ്റാരെങ്കിലുമാണെങ്കിൽ അറസ്റ്റ് നടക്കുമായിരുന്നു. ബാർക്കോഴയിൽ കോൺഗ്രസ് മന്ത്രിമാർക്കും പങ്ക്. മാണി രാജിവെക്കും വരെ പ്രക്ഷോഭം. ഏപ്രിൽ 22-ന് സെക്രട്ടേറിയറ്റും കളക്ടറേറ്റുകളും ഉപരോധിക്കാൻ LDF തീരുമാനം. മാണിയെ അറസ്റ്റ് ചെയ്താൽ സർക്കാർ നിലംപൊത്തുമെന്ന് ഉമ്മൻചാണ്ടിക്ക് ഭയം. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് 9 MLA-മാരുടെ പിന്തുണയ്ക്കു വേണ്ടി. ഇപ്പോൾ നടക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്നും കോടിയേരി. ലഹരിയിൽ ജാമ്യം. കൊച്ചി കൊക്കൈൻ കേസിൽ പ്രതികൾക്ക് ജാമ്യം. ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് നടൻ ഷൈൻ ടോം ചാക്കോ, രേഷ്മ രംഗസ്വാമി, ബ്ലസി സിൽവസ്റ്റർ, ടിൻസി ബാബു, സ്നേഹ ബാബു എന്നിവർക്ക്. പ്രതികൾ സംസ്ഥാനം വിട്ടുപോകരുത്. പാസ്പോർട്ട് ഹാജരാക്കണം. അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും കോടതി. ജാമ്യം അനുവദിച്ചത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ. അറസ്റ്റിലായ പ്രതികൾ രാജ്യാന്തര മയക്കുമരുന്ന് കണ്ണികളെന്ന് കുറ്റപത്രം. ലക്ഷ്യം കൊക്കൈൻ വിൽപ്പനയെന്ന് കുറ്റപത്രത്തിൽ പരാമർശം. കൊച്ചിയിൽ നൃത്തപഠന സ്ഥാപനത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലും കൂടുതൽ അന്വേഷണം. ഇടപാടുകാർ ഉന്നതരെന്ന് പോലീസ്. കൂടുതൽ സ്ഥാപനങ്ങളിൽ റെയ്ഡിനൊരുക്കം. താഴ്വരയെ മുക്കാൻ തോരാമഴ. പ്രളയഭീതിയിൽ വീണ്ടും കാശ്മീർ. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ഝലം നദി കരകവിയുന്നു. താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിൽ. രക്ഷാപ്രവർത്തനം ഊർജിതം. 50ഓളം വീടുകൾ തകർന്നു. കനത്ത നാശനഷ്ടം. റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിൽ. ശ്രീനഗർ ജമ്മു ഹൈവേ അടച്ചു. ഝലം നദിയിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. കാശ്മീരിനെ കശക്കിയെറിഞ്ഞ് 150-ലധികം പേരുടെ മരണത്തിന് വഴിവെച്ച മഹാപ്രളയമുണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ. 6 മാസം പിന്നിടു മുൻപ് താഴ്വര വീണ്ടും അതിവർഷ ഭീഷണിയിൽ. 6 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കാശ്മീരിന് മുക്കാൻ തോരാതെ പെയ്യുന്ന മഴ തുടങ്ങിയത് ശനിയാഴ്ച. തുടരുന്ന പെരുമഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.